സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ പ്രത്യക്ഷ സമരവുമായി സമസ്ത. സർക്കാർ നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരത്തിനൊരുങ്ങുന്നത്. സമയമാറ്റം 12 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് എന്ന് മദ്രസ മാനേജ്മെന്റ്. വിഷയത്തിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയമാണ് അരമണിക്കൂർ വർദ്ധിപ്പിച്ചത്. അധ്യയന സമയം 1100 മണിക്കൂറാക്കുക എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനെതിരെയാണ് സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്ത നേരത്തെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് സമസ്ത പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ഈ സ്കൂൾ സമയം മാറ്റത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് തന്നെ രേഖാമൂലം അപേക്ഷ ഈ സ്കൂൾ സമയമാറ്റത്തിൽ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടിയോ അതല്ലെങ്കിൽ ഒരാലോചനയോ കൂടിയാലോചനയോ ഒന്നുമില്ലാത്ത രീതിയിൽ ആ സമയമാറ്റ പ്രക്രിയ ഇവിടെ ഗവൺമെൻറ് നടപ്പാക്കുകയാണ് ചെയ്തത്. വ്യാഴാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. സമയമാറ്റം 11,000 മദ്രസകളെയും 12 ലക്ഷം വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ടെന്നാണ് സമസ്തയുടെ ആരോപണം. വിഷയത്തിൽ സർക്കാർ പുനഃപരിശോധന നടത്തണമെന്നും തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നുമാണ് സമസ്തയുടെ ആവശ്യം. 24 കോഴിക്കോട്.